ഇപ്പൊ ബിഗ് ബോസിൽ ടിക്കറ്റ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കണേ എന്താണിത്? നൂറയുടെ തേരോട്ടം എന്ന് പറയാ. ആര്യനെ പോലും വെട്ടിച്ചുകൊണ്ട് നൂറയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്യൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആൺകുട്ടികളൊക്കെ ഇവിടെ ജയിക്കുള്ളൂ, പെൺകുട്ടികൾ എന്തായാലും ടോപ്പ് 5 എത്തില്ല എന്നൊരു ആര്യൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതുപോലെ ആര്യൻ എപ്പോഴും പറയായിരുന്നു ബിഗ് ബോസ് ഒരു മെയിൻ ഷോവനിസ്റ്റ് ആണ്. അപ്പൊ അതിനൊക്കെ ഒരു ബദലായിട്ടാണ് നൂറയുടെ ഈ ഒരു ചലഞ്ച്. ശരിക്കും പറയുകയാണെങ്കിൽ നൂറ ഗെയിമൊക്കെ അടിപൊളിയായിട്ടാണ് കളിച്ചു പോകുന്നത്. ആദിലേക്കാളും അനുമോളേക്കാളും ബെറ്ററാണ് ടാസ്കിന്റെ കാര്യത്തിൽ നൂറ. എല്ലാവരും പറഞ്ഞത് നൂറ വളരെ പുറകോട്ട് പോയി, ആദിലയാണ് ഇപ്പോൾ കൂടുതൽ മുന്നോട്ട് വരുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നൂറ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തിട്ട് ഫിനാലായിട്ട് കടക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. നൂറ വരികയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആര്യനും അതുപോലെ സാബുമാനെ ഞാൻ ഒരുപാട് പ്രതീക്ഷ, അവരെക്കാളും കൂടുതൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറയാണ്. ഇതേപോലെ വിജയിച്ച് മുന്നേറട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ലേഡി കണ്ടസ്റ്റന്റ് മറ്റുള്ള എല്ലാ മെയിൽ കണ്ടസ്റ്റന്റും, പ്രത്യേകിച്ച് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള മെയിൽ കണ്ടസ്റ്റൻസ് അവരെക്കാളും മുന്നിട്ട് പോവാന്ന് പറഞ്ഞാൽ അതെന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിലുണ്ട്. അങ്ങനെ ഒരാളുണ്ടായിട്ടുള്ളൂ, അത് ദിൽഷയാണ്. ദിൽഷ ഒരുപാട് ഗെയിമുകളൊക്കെ വിജയിച്ചിട്ട് ഫിനാലയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ നൂറയ്ക്കും കഴിയട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.